ഇപ്പോൾ ഈ തൊട്ട് മുമ്പ് കഴിഞ്ഞ നമസ്കാരത്തിലെ സുജൂദിൽ, റുക്കൂഴിൽ, രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ, മറ്റു നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത അനക്കങ്ങളിൽ യഥാർത്ഥത്തിൽ നമ്മളെന്താണ് അള്ളാഹുവിനോട് സംസാരിച്ചത്, നമ്മളെന്താണ് അള്ളാഹുവിനോട് പറഞ്ഞത്? നമസ്കാരത്തെപ്പറ്റി സാമാന്യമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു നിർവചനമുണ്ട്. അത് അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്. മുനാജാത്ത് എന്ന് പറഞ്ഞാൽ സംഭാഷണം എന്നാ, സംസാരം എന്നാ. സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകൂടി ലളിതമായി സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? സംഭാഷണം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാളുകൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നു, മറ്റേ ആൾ എന്തെങ്കിലുമൊക്കെ പറയുന്നു, ചോദിക്കുന്നു പറയുന്നു, ചോദിക്കുന്നു പറയുന്നു. ചോദിക്കലും പറയലുമാണല്ലോ സംസാരം, ചോദിക്കലും പറയലുമാണല്ലോ സംഭാഷണം. എങ്കിൽ ഇപ്പം ഈ തൊട്ട് കഴിഞ്ഞ നമസ്കാരത്തിൽ നമ്മളൊക്കെ നമ്മുടെ റബ്ബിനോട് എന്ത് ചോദിച്ചു, എന്ത് പറഞ്ഞു നമസ്കാരത്തിൽ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുകൂടി അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ചെറുപ്പം മുതൽ മനസ്സിലാക്കി വെച്ച ഒന്നുണ്ട്. എല്ലാ സംഘടനകളും, കേരളത്തിലെ മിക്ക സംഘടനക്കാരും മദ്രസകളിൽ വെച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത് നമസ്കാരത്തിൻ്റെ ഇന്ന സന്ദർഭത്തിൽ ഇന്നത് ചൊല്ലണം, ഇന്നത് ചൊല്ലണം, ചൊല്ലണം, ചൊല്ലണം. ഇങ്ങനെയല്ലേ നമ്മളൊക്കെ പണ്ട് പഠിച്ചു പോന്നിട്ടുള്ളത്. ഇപ്പോഴും ഈ സമൂഹത്തിൽ പഠിപ്പിക്കപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. സത്യത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സാക്ഷിയോട് ചോദിക്കൂ, ചൊല്ലാനുള്ളതാണോ നമസ്കാരം? കേവല ചൊല്ലിത്തീർക്കലിനുള്ളതാണോ നമസ്കാരം? അതോ പ്രപഞ്ചത്തിൻ്റെ സർവശക്തനായ പടച്ചവനോട് ചോദിക്കാനും പറയാനും ഉള്ളതാണോ നമസ്കാരം? ഇത് ഗൗരവതരമായി നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. മനപ്പാടമാക്കിയ ചില ദിക്റുകളും ദുആകളും കേവലം നാവുകൊണ്ട് ഉരുവിട്ടാൽ നമസ്കാരമായി എന്ന് ഈ ഉമ്മത്തിലെ പലരും വിചാരിക്കുന്നു. ഈ ഉമ്മത്തിലെ പലരും ഇപ്പോഴും വിചാരിക്കുന്നത്, ചെറുപ്പത്തിൽ നമ്മൾ കാണാതെ പഠിച്ച പലതും, അത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചെയ്ത് കൈകെട്ടി പിന്നെ ഇങ്ങനെ കാണാതെ പണ്ട് പഠിച്ചു വച്ചതിങ്ങനെ ഉരുവിട്ടാൽ മതി, എന്നായി നമസ്കാരം. ഇതാണ് ഈ ഉമ്മത്തിൻ്റെ ധാരണ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചൊല്ലിത്തീർക്കലല്ല നമസ്കാരം. ഒരു പക്ഷേ നിങ്ങളുടെ കേൾവിയിലോ ശ്രദ്ധയിലോ ചിലപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാവും, ഹിജറ 5-ാം കൊല്ലം റസൂലുള്ളാഹിയും സഹാബത്തും മദീനയിലേക്ക് വന്ന് ഏകദേശം 5-ാമത്തെ വർഷം. അക്കാലത്ത് നമസ്കരിക്കുന്ന സമയത്ത് സഹാബികൾ കള്ളുകുടിക്കുമായിരുന്നു. കള്ളുകുടി പൂർണ്ണമായി നിരോധിക്കപ്പെട്ടിട്ടില്ല. പരിപൂർണമായ കള്ളുകുടി നിരോധിക്കുന്നതിന് മുമ്പ് ആ സഹാബികളെ ഉണർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്റബുസ്സലാഹ് വഅൻതും സുഖാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ നമസ്കാരത്തിനോട് അടുക്കരുത്, നിസ്കരിക്കാൻ നിൽക്കരുത്, നിങ്ങൾ ലഹരി ബാധിച്ചവരായിക്കൊണ്ട്. കാരണം എന്താ അറിയോ? ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുന്നത് വരെ. നമസ്കാരത്തിൽ അല്ലാഹ് ആ ആദ്യ സമയത്ത് മതിൽ നിങ്ങൾ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ 10-ാം കൊല്ലമാണ് നേരത്തെ ഇവിടെ ഉണർത്തിയതുപോലെ നമസ്കാരം ഫർളാകുന്നത്. അതിനുശേഷം ഏകദേശം സഹാബത്ത് 7 ചില്ലാനം കൊല്ലം നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ അക്കാലത്തൊക്കെ ഇടയ്ക്കൊക്കെ കള്ളുടിക്കും. കള്ളുകുടി പരിപൂർണമായി സമൂഹത്തിൽ നിന്ന് നിരോധിക്കപ്പെട്ടിട്ടില്ല. തയമ്മുമിൻ്റെ വെള്ളം കിട്ടിയില്ലെങ്കിൽ മണ്ണ് കൊണ്ട് തയമ്മം ചെയ്താൽ മതി എന്നുള്ള നിർദ്ദേശം കൂടി
ഈ ആയത്തിൽ കുറച്ച് ദീർഘമായ ആയത്താ, അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: സത്യവിശ്വാസികൾ നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കണ്ട, ലഹരി വാദിച്ചുകൊണ്ട്. കാരണം എന്തറിയോ? ഹത്താ തഅലമൂന മാ തഖുലൂൻ, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തിരിയണം, നിങ്ങൾക്ക് അറിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായ ഒരു ഷർത്താണ് അത്. മദ്രസയിലും മറ്റൊന്നും ഇന്നേ വരെ ഒരു പക്ഷെ നിങ്ങൾ ചൊല്ലിപ്പടിച്ചിട്ടുണ്ടാവില്ല, ഷർത്തും ഫർളും പറഞ്ഞെടുത്ത് പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ കിതാബിൽ അടിസ്ഥാനപരമായി പറഞ്ഞൊരു ഷർത്താണ്: നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ എന്തു പറയുന്നുവോ അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അകക്കാമ്പ്, അതിൻ്റെ സത്ത, അതിൻ്റെ റൂഹ് എന്ന് പറയുന്നത് ഖുശൂആണ്. നമ്മൾ സാധാരണ മലയാളത്തിൽ ഭക്തി, ഭയഭക്തി എന്നൊക്കെ അതിന് അർത്ഥം കൊടുക്കും. പക്ഷെ അതിനപ്പുറത്തുള്ള, അതിനേക്കാൾ വളരെ ഗൗരവതരമായൊരു അർത്ഥമാണ് അതിനുള്ളത്. ഈ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മൂമിനൂൻ്റെ തുടക്കത്തിൽ നിങ്ങൾ എനിക്ക് തോന്നുന്നു ജീവിതത്തിലൊക്കെ നമ്മൾ എത്രയോ തവണ അത് കേട്ടിട്ടുണ്ടാവും: ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ആത്യന്തികമായ വിജയം സത്യവിശ്വാസികൾക്കാണ്, വിജയിച്ചിരിക്കുന്നു എന്നാ. ആത്യന്തികമായ ദുന്യാവിലെയും ആഖിറത്തിലെയും വിജയം സത്യവിശ്വാസികൾക്കാണ്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, കാരണം അവർ തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഖുശൂ ഉള്ളവരാണ്. ഈ ഖുശൂഇൻ്റെ നിർവചനം കൊടുക്കുന്നിടത്ത് ഇങ്ങനെ കാണാം അറബിയിൽ: അൽ ഖുശൂ ഫി സ്വലാ, നമസ്കാരത്തിലെ ഖുശൂ എന്ന് പറഞ്ഞാൽ ഹുവ ഹുദൂറുൽ ഖൽബി വസുകൂനുൽ ജവാരിഹ് മുസ്തശ്ഇറൻ അളമത്തല്ലാഹ് വമുനാജാതി. നമ്മളെ ഹൃദയം ശരിക്ക് മനസ്സ് തട്ടിക്കൊണ്ട്, ഹൃദയ സാന്നിധ്യത്തോടെ, ഹൃദയത്തിൽ തട്ടിക്കൊണ്ട്, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ മുഴുവൻ അടക്കിക്കൊണ്ട്, ഒതുക്കിക്കൊണ്ട്, മുസ്തശ്ഇറൻ അളമത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ മഹാത്മ്യത്തെ ശരിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട്, വമുനാജാതി, അള്ളാഹുവിനോടാണ് സംസാരിക്കുന്നത് എന്ന ബോധ്യത്തോടെ നിർവഹിക്കുന്ന രീതിയാണ്, അതാണ് യഥാർത്ഥത്തിൽ ഖുശൂ. ലളിതമായി പറഞ്ഞാൽ ഖുശൂ ഹൃദയ സാന്നിധ്യമാണ്. നാവുകൊണ്ട് പറയുന്നതെന്തോ അത് ഹൃദയത്തിൽ തട്ടിപ്പറയണം. ഈ നാവിൽ എത്ര നമ്മളത് പറയുന്നുവോ അത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കണം, ഹൃദയത്തിൽ അത് തളം കെട്ടി നിൽക്കണം, തങ്ങി നിൽക്കണം. അതാണ് അടിസ്ഥാനപരമായ ഖുശൂ. ഈ ഖുശൂ ഇതുള്ള ആളുകൾ ആത്യന്തികമായ വിജയം അവർക്കുണ്ടാവുന്ന. ഇനി കേവലം നാവുകൊണ്ട് ചൊല്ലിത്തീർക്കുന്നതിന് പകരം മനസ്സറിഞ്ഞുകൊണ്ടും ഹൃദയത്തിൽ തട്ടിക്കൊണ്ടും അള്ളാഹുവിനോട് ചോദിക്കുകയും പറയുകയും ചെയ്യുക. അതാണ് നമസ്കാരത്തിൽ സലാം വീട്ടിയിട്ടല്ല, നമസ്കാരത്തിന് മുമ്പല്ല, നമസ്കാരത്തിനകത്ത് തക്ബീറിന് ശേഷം സലാം വീട്ടുന്നതിന് മുമ്പ് മനസ്സ് തട്ടിയിട്ട് ഹൃദയം അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോടുള്ള ചോദിക്കലും പറയലും, അതാണ് നമസ്കാരം. നിങ്ങൾ നോക്കൂ, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിക്കും എന്തൊക്കെ ദിക്റുകളാണ് പണ്ട്, എന്തൊക്കെ ദ്വാകളാണ് നമ്മൾ പണ്ട് ഇങ്ങനെ പഠിച്ചു വച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കി, ഒറ്റ ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സത്യവിശ്വാസി അള്ളാഹുവിലേക്ക് അടുക്കുന്ന അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിലേക്ക് ഒരു സത്യവിശ്വാസി അടുക്കുന്ന സന്ദർഭമാണ് സുജൂദ്. അഖ്റബു മാ യകൂനുൽ അബ്ദു ബി റബ്ബിഹി വഹുവ സാജിദ്. അങ്ങനത്തെ 2 സുജൂദ് ഓരോ റക്അത്തിൽ. ആ സുജൂദിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്നിട്ട്, ശാന്തമായി ഇങ്ങനെ ഇരുന്നിട്ട്, റബ്ബി ഗുഫിർലി വറഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇത് ചൊല്ലാനുള്ളതാണോ ശരിക്ക്? റബ്ബി ഗുഫിർലി,
എൻ്റെ റബ്ബേ നീ എനിക്ക് പുറത്തു തരണേ, എന്നോട് പൊറുക്കണേ. വർഹംനി, എന്നോട് കരുണ കാണിക്കണേ. വജുബുർനി, എൻ്റെ കുറ്റങ്ങളും കുറവുകളും പടച്ചോനെ നീ എനിക്ക് പരിഹരിച്ചു തരണേ. വർഫാനി, പടച്ചോനെ ദുന്യാവിലും ആഖിറത്തിലും നീ എന്നെ ഉയർത്തണം. വർസുഖ്നി, എനിക്ക് നീ അന്നം തരണം, ആഹാരം തരണം, എൻ്റെ ഉപജീവന മാർഗം നീ എനിക്ക് തരണം. വഹ്ദിനി, പടച്ചോനെ ഹിദായത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണേ. വാഫിനി, എൻ്റെ റബ്ബേ എൻ്റെ മനസ്സിനും എൻ്റെ ശരീരത്തിനും നീ എനിക്ക് സൗഖ്യം നൽകണേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതല്ലേ അതിൻ്റെ അർത്ഥം? ഇത് ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ഇത് ചൊല്ലാനുള്ളതാ. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്ക്, ഇത് ചൊല്ലാനുള്ളതാ, ഇതങ്ങോട്ട് ചൊല്ലിപ്പോകാനുള്ളതാ. ഇത് മനസ്സ് തട്ടി അള്ളാഹുവിനോട് ചോദിക്കാനുള്ളതല്ലേ? അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല, ഏറ്റവും ചെറിയൊരു ദിക്ർ. അത്യുന്നതനായ എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്, അത്യുന്നതനായ എൻ്റെ റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, എൻ്റെ റബ്ബേ നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇത് അള്ളാഹിനോട് പറയലാണ്. ഈ പറയലും അള്ളാഹുവിനോട് പറയലും അള്ളാഹുവിനോട് ചോദിക്കലും, അതാണ് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം സലാം വീട്ടുന്നത് വരെ നമസ്കാരത്തിനിടയിൽ സംഭവിക്കേണ്ടത്. നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും ഒരുപോലെ നിർവഹിക്കുന്ന ഒന്നാണ് നമസ്കാരം. അതുകൊണ്ടാണ് നമസ്കരിച്ചിട്ടും തുലഞ്ഞു പോകുന്നവർ, നശിച്ചു പോകുന്നവർ, അത്തരമൊരു വിഭാഗത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കരിക്കുന്ന ചില ആളുകൾക്ക് നാശം, തൊലയട്ടെ അവർ. കാരണം എന്തറിയോ? അവർ അവരുടെ നമസ്കാരങ്ങളിൽ സാഹൂനാണ്. ഹൃദയ സാന്നിധ്യത്തിൻ്റെ നേരെ വിവരം. ഖാശിഊ എന്ന് പറഞ്ഞല്ലേ സൂറത്തുൽ മുഅ്മിനൂനിൽ? ഹൃദയ സാന്നിധ്യമുള്ളവർ, അതിൻ്റെ നേരെ വിപരീതമാണ് സാഹൂൻ, മനസ്സറിയാത്തവർ. അശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ? അത് കയ്യിലും കാലിലും പള്ളയിലൊന്നും നടക്കുന്ന സംഗതിയല്ലല്ലോ, അതൊരു മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഭാവമാണല്ലോ അശ്രദ്ധ. അതുകൊണ്ട് ഖാശിഊൻ്റെ നേരെ വിപരീതമാണ്, ഓപ്പോസിറ്റാണ് സാഹൂൻ. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ തൊലഞ്ഞവർ, നശിച്ചവർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത് അങ്ങനെ നിസ്സാരമായി ലാഘവത്തോടെ കേട്ടു പോകാനുള്ളതല്ലെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടാവും. ബഹുമാനനായ അമാനി മൗലവി ഈ സാഹൂൻ ഇങ്ങനെ വിശദീകരിക്കുന്ന ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, അന്യചിന്തകളിൽ മുഴുകിക്കൊണ്ട് ബാഹ്യരൂപം മാത്രം കഴിച്ചുകൂട്ടുക. നമസ്കാരത്തിൽ നാവുകൊണ്ട് ചൊല്ലുന്ന ദിക്ർ, ദുആ, ഖുർആൻ മുതലായവയുടെ സാരം ഓർക്കാതെയും അറിയാതെയും കേവലം ഒരു ചടങ്ങായി മാത്രം നിറവേറ്റുക. അമാനി മലിക്കിനെ സാഹുവിന് വിശദീകരിച്ചിട്ട് പറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മുജാഹിദുകളാണ്, സലഫികളാണ്. ഈ കൂട്ടത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായി നമസ്കരിക്കുന്നവർ, 20 കൊല്ലമായി നമസ്കരിക്കുന്നവർ, കഴിഞ്ഞ 40ഉം 50ഉം കൊല്ലമായി നമസ്കരിക്കുന്നവർ, അതോടൊപ്പം കഴിഞ്ഞ 5ഉം 10ഉം 15ഉം 20 കൊല്ലമായി മലയാളത്തിൽ ഖുതുബ കേൾക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടാവും. 10ഉം 25ഉം കൊല്ലം നമസ്കരിച്ചിട്ടും 10ഉം 30ഉം കൊല്ലം മലയാളത്തിൽ ഖുതുബ കേട്ടിട്ടും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ പോലും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നിട്ട് തക്ബീർ ചൊല്ലിയിട്ട് തക്ബീർ പറഞ്ഞിട്ട് സലാം വീട്ടുന്നതിനിടക്ക് എൻ്റെ റബ്ബിനോട് ഞാൻ എന്താണ് പറയുന്നത് എന്നതിനെപ്പറ്റി ഗൗരവത്തിൽ ആലോചിക്കാത്ത എത്രയോ മുസ്ലിങ്ങൾ സമൂഹത്തിലുണ്ട്. ഇതൊരു ദുഃഖകരമായ പരമാർത്ഥമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമൂഹത്തിന് സംഭവിക്കാൻ പോകുന്ന ഒരു മഹാദുരന്തത്തെപ്പറ്റി, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തെപ്പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണെന്നറിയോ? അവ്വലു ശൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ അൽ ഖുശൂ. ദുനിയാവിൽ നിന്ന്
ഈ ഉമ്മത്തിൻ്റെ അടുക്കൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് തന്നെ, മനുഷ്യകുലത്തിൽ നിന്ന് തന്നെ ഉയർത്തപ്പെടുന്ന ആദ്യത്തെ കാര്യം, ഈ സമൂഹത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ആദ്യത്തെ കാര്യം അത് അൽ ഖുശൂ, മനസ്സാന്നിധ്യമാണ്, ഭയഭക്തിയാണ്, ഖുശൂആണ്. എന്നിട്ട് റസൂലുള്ളാഹി പറ, ഹത്താ ലാ തറാ ഫീഹാ ഖാശാ, ശരിയായ ഖുശൂ ഉള്ള ഒരുത്തനെ പോലും കാണാൻ കഴിയാത്ത സന്ദർഭം വരും. നിങ്ങൾ നോക്കൂ, ഇപ്പോഴൊക്കെ നമ്മളെ നാട്ടിലൊക്കെ എന്ത് മനോഹരങ്ങളായ പള്ളികളാണ് നിർമ്മിക്കപ്പെട്ടുള്ളത്. ഈ ചൂടത്ത് നമ്മളൊക്കെ എന്ത് സുഖത്തിലാണ് നമ്മുടെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത്. AC ഉണ്ട്, നല്ല അതിമനോഹരമായ കാർപ്പറ്റുകൾ, ഒതുടുക്കുന്ന സ്ഥലമൊക്കെ. ഈ മുമ്പൊക്കെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് അതിനേക്കാൾ മനോഹരമായ ഒതുടുക്കുന്ന സ്ഥലം, ബാത്റൂം ഏരിയ, എന്ത് മനോഹരമാണ്. എന്നിട്ട് അതിമനോഹരമായ പള്ളി എന്ന കെട്ടിടത്തിനകത്ത് നിൽക്കുന്ന ആളുകൾ, മനോഹരമായ പള്ളിക്കകത്ത് നിൽക്കുന്ന ആളുകൾ, അവരുടെ ഹൃദയം ഖുശൂഇൽ നിന്ന് മുക്തമാണ്. ഖുശൂ ഇല്ലാത്ത, ഭക്തിസാന്ദ്രമല്ലാത്ത ചടങ്ങ് നടക്കുന്നുണ്ട്, കേവലം ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിൽ തട്ടി അള്ളാഹുവിനോട് ചോദിക്കുകയും പറയുകയും ചെയ്യാത്ത, നമസ്കാരത്തിൽ ഹൃദയത്തിൽ തട്ടി അള്ളാഹുവിനോട് മുനാജാത്ത് നടത്താത്ത ആളുകളുടെ ആധിക്യം, അത് സത്യത്തിൽ നമ്മെ ശരിക്കും നൊമ്പരപ്പെടുത്തുന്ന സംഗതിയാണ്. ഒരു സംശയവും അതിലില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി അടിസ്ഥാനപരമായി സത്യത്തിൽ എന്താണ് നമസ്കാരം? വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് പറഞ്ഞത്, മൂസാ നബിയെ പറ്റി ഇങ്ങനെ, മൂസാ നബിയോട് ഇങ്ങനെ വിശദീകരിക്കുന്ന ഭാഗത്ത് അള്ളാഹു തആല ഇങ്ങനെ വഹി കൊടുക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞത്, ഇന്നനീ അനല്ലാഹ്, ഞാനാണ് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദിനീ, ഞാനല്ലാതെ ഒരാരാധ്യനില്ല, അതുകൊണ്ട് എന്നെ ആരാധിക്കണം. എന്നിട്ട് വഅഖ്മിസ്സലാത്ത ലിദിക്രി, എന്നെപ്പറ്റിയുള്ള ദിക്റിൻ്റെ നിർവഹണത്തിന് വേണ്ടി നിങ്ങൾ നമസ്കാരം കൃത്യമായി നിലനിർത്തണം. വഅഖ്മിസ്സലാ, നമസ്കാരം കൃത്യമായി നിലനിർത്തണം. എന്തിനു വേണ്ടി? ലിദിക്രി, എന്നെപ്പറ്റിയുള്ള ദിക്റിൻ്റെ നിർവഹണത്തിന് വേണ്ടി. ദിക്റെന്താ? നമ്മുടെ സമൂഹത്തിൽ ആളുകൾക്കൊക്കെ പരിചയമുള്ള ദിക്റുണ്ട്. എന്തറിയോ? ഇങ്ങനെ തസ്ബീഹ് മാല ഇങ്ങനെ പിടിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഞെക്കി സാധനമല്ലേ, അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ് 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 അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇതാണ് ദിക്റ് എന്നാ. ദിക്റ് തന്നെ. പക്ഷെ ഒരു കാര്യം, ഹൃദയത്തിൽ തട്ടിക്കൊണ്ട്, ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട്, ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്, ആ ഹൃദയത്തിൽ എന്താണോ അനുഭവപ്പെട്ടത് അല്ലെങ്കിൽ തട്ടിയത്, അത് നാവുകൊണ്ട് ഇങ്ങനെ എടുത്തു പറയാ, അതാണ് ദിക്റ്. നമസ്കാരത്തിൽ സംഭവിക്കേണ്ടത് ഈ ദിക്റാണ്. ഹൃദയത്തിലുള്ളതിങ്ങനെ അള്ളാഹുവിനോട് പറയലാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, അത്യുന്നതനായ എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്, അത്യുന്നതനായ എൻ്റെ റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അത്യുന്നതനായ എൻ്റെ റബ്ബേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഈ ദിക്റ് ഇത് ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞിട്ട് അതിങ്ങനെ നാവിലൂടെ ഇങ്ങനെ പ്രകടമാവണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്മരിക്കലും അള്ളാഹുവിനെ ഓർക്കലും അള്ളാഹുവിനെ പറ്റി ഹൃദയത്തിൽ നിറച്ചു വെച്ച് നാവുകൊണ്ട് എടുത്തു പറയലുമൊക്കെയാണ് സത്യത്തിൽ നമസ്കാരം. അതുകൊണ്ട് ഈ ദിക്റാണ് നമസ്കാരത്തിൽ സംഭവിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഇതാണ് നമസ്കാരത്തിൽ സംഭവിക്കേണ്ടത്. ഇത്തരം ഒരു നമസ്കാരമാണ് അള്ളാഹുവിൻ്റെ റസൂലിലും സഹാബികളിലും നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇനി അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നു എന്നതിന് പുറമെ ശരിക്ക് ഞാൻ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്നു എന്നതിന് പുറമെ നമസ്കാരം കൊണ്ട് വ്യക്തിയിൽ ചില പ്രതിഫലനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നോമ്പിനെ പറ്റിയൊക്കെ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ശരീരത്തിൽ അതിൻ്റെ ആരോഗ്യപരമായ വശങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഡോക്ടർമാരെങ്ങനെ എടുത്തു പറയും. പ്രത്യേകിച്ച് 2016 ഒരു ജപ്പാനീസ് ശാസ്ത്രജ്ഞന് നോബൽ സമ്മാനം കിട്ടി. അദ്ദേഹത്തിൻ്റെ വിഷയം ഓട്ടോഫജി ആയിരുന്നു. ഓട്ടോഫജി, ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്വയം, ഫജി എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക എന്ന് വെച്ചാൽ ശരീരത്തിലെ കോശങ്ങൾ തന്നെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഒരു വലിയ റീസൈക്ലിംഗ് പ്രോസസ്സാണ്, ഒരു ശുചീകരണ പ്രക്രിയയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക നോമ്പെടുക്കുമ്പോഴെന്നാ. അതിൻ്റെ ഒരു നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രതിഫലനം. അതോടൊപ്പം നിങ്ങൾ നോക്കൂ, ഈ ദുന്യാവില്, ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ നടക്കുന്നത് നോമ്പിൻ്റെ സമയത്താണ്. കാരണം പട്ടിണി കിടക്കുന്ന മനുഷ്യന്, മറ്റുള്ളവരുടെ പട്ടിണിയെപ്പറ്റിയും ദാഹത്തെപ്പറ്റിയും ബോധ്യമുള്ളവന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ റമദാനിൽ സംഭവിക്കുന്നത് പോലെയുള്ള ദാനധർമ്മങ്ങൾ മറ്റൊരു കാലത്തും എവിടെയും നടക്കുന്നില്ല. അതുപോലെ നമസ്കാരം കൊണ്ട് വ്യക്തിയിൽ, സമൂഹത്തിൽ ചില പ്രതിഫലനങ്ങൾ ഉണ്ടാവും. നിങ്ങൾ നോക്കി, ലളിതമായി പറഞ്ഞ നമ്മൾ നിസ്കരിച്ചിട്ട് മറ്റുള്ളവർക്ക് എന്താ നേട്ടം? നമ്മൾ നിസ്കരിക്കുന്നത് നമ്മളെ റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്, തൃപ്തിക്ക് വേണ്ടിയാണ്. പക്ഷേ നമ്മൾ നമസ്കരിക്കുന്നത് കൊണ്ട് ഈ സമൂഹത്തിന് വലിയ നേട്ടമുണ്ട്. ഒരു വ്യക്തി ഖുശൂഅോടുകൂടി നമസ്കരിക്കുന്നുവെങ്കിൽ ഈ സമൂഹത്തിന് വലിയ നേട്ടമുണ്ട്. അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് അൻകബൂത്തില് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം അത് നീചവൃത്തികളിൽ നിന്നും നിഷിദ്ധ കാര്യങ്ങളിലും തോന്യാസങ്ങളിൽ നിന്നും വ്യക്തിയെ തടയും. ഖുശൂഅോടുകൂടി ഭക്തിസാന്ദ്രമായി നമസ്കരിക്കുന്ന ഒരു വ്യക്തി, അവൻ നീചവൃത്തി ചെയ്യില്ല, തോന്യാസങ്ങൾ ചെയ്യില്ല. ഇനി സമൂഹത്തിൽ എങ്ങനെയാണ് അത് പ്രതിഫലിക്കുക? ഒരു തോന്യാസവും ചെയ്യാത്ത, ഒരു നീചവൃത്തിയും ചെയ്യാത്ത, ഒരു നിഷിദ്ധവും ചെയ്യാത്ത ഒരു പുരുഷന്, സ്ത്രീകളെ നിങ്ങൾക്ക് ഭർത്താവായി കിട്ടിയാൽ അത് ഭൂമിയിലെ സ്വർഗമാണ്. ഒരു നീചവൃത്തിയും ചെയ്യാത്ത, ഒരു നിഷിദ്ധവും ചെയ്യാത്ത, ഒരു തോന്യാസവും ചെയ്യാത്ത ഒരു സ്ത്രീയെ ഭാര്യയായി കിട്ടിയാൽ പുരുഷന്മാരെ അത് ഈ ഭൂമിയിലെ സ്വർഗമാണ്. ഒരു നീചവൃത്തിയും ചെയ്യാത്ത, ഒരു നിഷിദ്ധവും ചെയ്യാത്ത, ഒരു തോന്യാസവും ചെയ്യാത്ത മക്കളുണ്ടായാൽ മാതാപിതാക്കളുടെ ആനന്ദമാണ്. ഒരു നീചവൃത്തിയും ചെയ്യാത്ത, ഒരു തോന്യാസവും ചെയ്യാത്ത, ഒരു നിഷിദ്ധവും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജീവിക്കാൻ എന്താണ് രസം? അതുകൊണ്ട് സത്യത്തിൽ ഈ ആയത്തിൻ്റെ പ്രതിഫലനം അത് ഈ സമൂഹത്തിൽ സംഭവിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും പഠിപ്പിച്ചതുപോലെ നമസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവണം, ഖുശൂഅോടുകൂടി നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവണം. അപ്പോൾ സമൂഹത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. ഒരു വീട്ടിനകത്ത് അതിൻ്റെ പ്രതിഫലനമുണ്ടാവും, ഒരു നാടിനകത്ത് അതിൻ്റെ പ്രതിഫലനമുണ്ടാവും. അതുകൊണ്ടാണ് ഇത് വ്യക്തിക്കും സമൂഹത്തിനും ദുന്യാവിൽ തന്നെ സ്വർഗസമാനമായ സന്തോഷകരമായ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കും ഖുശൂഅോടുകൂടി ഒരു വ്യക്തി നമസ്കരിക്കുന്നുവെങ്കിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇസ്ലാം വിഭാവനം ചെയ്യുന്നതും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതും അള്ളയും റസൂലും പറഞ്ഞു തന്നിട്ടുള്ളതും ഇത്തരം ഒരു നമസ്കാരത്തെ പറ്റിയാണ്. ഉറപ്പാണ്, നമസ്കാരം എന്ന ചടങ്ങിനെ പറ്റിയല്ല. നമസ്കാരം എന്ന ചടങ്ങിനെ പറ്റിയല്ല. നേരത്തെ ആമുഖപ്രസംഗത്തിൽ സൂചിപ്പിച്ചല്ലോ, നമ്മളെ കൂട്ടത്തിലെ ചെറിയ കുട്ടികളെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കി, നിങ്ങൾ മദ്രസ പഠിക്കുന്ന കുട്ടികളെ, അല്ല മോനെ, നാളെ പരലോകത്തെ സത്യവിശ്വാസിയുടെ കർമ്മങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അല്ലാഹു തആല ആദ്യം ചോദിക്കുക ഏതിനെ പറ്റിയാ? നമസ്കാരത്തെ പറ്റി. ഏത് കുട്ടിയും പറയില്ലേ? അത്
അള്ള നാളെ പരലോകത്ത് ചോദ്യം ചെയ്യുന്ന സത്യവിശ്വാസിയുടെ ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്, ഒരു സത്യവിശ്വാസിക്ക് 2 നിൽക്കലുണ്ട്, 2 നൃത്തം. ഒന്ന് ദുന്യാവിലാണ്, ഒന്ന് ആഖിറത്തിലാണ്. ദുന്യാവിലെ നൃത്തം അള്ളാഹുവിന് മുമ്പിൽ നമസ്കാരത്തിന് വേണ്ടിയുള്ള നിൽക്കലാണ്. ഈ നൃത്തം, ദുന്യാവിലെ നൃത്തം ശരിയായാൽ, അത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ശരിയായാൽ, നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള നൃത്തം ശരിയാവും. അത് സമാധാനത്തിലുള്ള നൃത്തവും. ഇമാം ഇബ്നുൽ ഖയ്യിം വിശദീകരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ റമദാനിൽ ഇന്ന് ഈ 1-ാം തീയതി മാർച്ച് 1-ന് ഈ ഹാളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ഹൃദയമറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് എന്താണോ പറയുന്നത്, എന്താണോ ചോദിക്കുന്നത്, അത് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട്. നിങ്ങൾ നോക്കി, എത്ര കുറച്ച് ദിക്റുകളും ദുആകളാണ് നമസ്കാരത്തിലുള്ളത്. അതൊന്ന് പഠിച്ചെടുക്കണം. അതിൻ്റെ ആശയം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ, അതിൻ്റെ ആശയം അറിഞ്ഞുകൊണ്ട് ചോദിക്കാൻ ഒന്ന് പഠിച്ചെടുക്കണം. വളരെ കുറഞ്ഞ സമയം അതിന് വേണ്ടി വരുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ ആഖിറത്തിൻ്റെ കാര്യമാണ്, നമ്മുടെ സ്വർഗത്തിൻ്റെ കാര്യമാണ്. അള്ളാഹുവിന് ഈ ദുന്യാവിൽ ഇഷ്ടപ്പെട്ട അടിമകളിൽ നിന്ന് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് നമസ്കാരം. അതിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സന്ദർഭമാണ് സുജൂദ്. ആ സുജൂദിനെ പറ്റി ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅക്സിറൂ ഫീഹി അദ്ദുആ, ജനങ്ങളെ സുജൂദിൽ നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കണട്ടോ. സുജൂദിൽ നിങ്ങൾ ദുആ, പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. നമ്മുടെ ഫർള് നമസ്കാരങ്ങൾക്ക് കൃത്യമായ രൂപമുണ്ട്. മറിച്ച് നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മുടെ ഇഷ്ടം പോലെ ദീർഘിപ്പിച്ച് സുജൂദുകൾ അള്ളാഹുവിനെ സ്തുതിച്ച് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, നിങ്ങൾ നോക്കിയ ആ ഒരു ദിക്ർ, സുബ്ഹാനക അല്ലാഹുമ്മ, അള്ളാഹുവേ നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, റബ്ബനാ ഞങ്ങളുടെ റബ്ബായ, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ, വബിഹംദിക നിന്നെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ. 3 കാര്യങ്ങളുണ്ട് അതിൽ. ആ 3 കാര്യം ഇങ്ങനെ ഹൃദയത്തിൽ തട്ടിങ്ങനെ പറയണം അള്ളാഹിനോട്. അതാണ് അള്ളാഹിനോടുള്ള പറച്ചിൽ. മറ്റത് അള്ളാഹുവിനോടുള്ള ചോദിക്കൽ. ഈ പറയലും ചോദിക്കലും, അല്ലെങ്കിൽ ഈ ചോദിക്കലും പറയലും അള്ളാഹുവിനോട് അതിനു വേണ്ടി മാത്രം. നിങ്ങൾ നോക്കൂ, ഉംറക്കോ ഹജ്ജിനോ ഒക്കെ പോകുമ്പോൾ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുക, ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറയും. ഇഹ്റാം കെട്ടുക എന്നല്ല പറയാ. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇഹ്റാമിൽ നിന്ന് ഒഴിയുന്നത് വരെ പറ്റില്ല, തഹല്ലുലാവുന്നത് വരെ പറ്റില്ലല്ലോ. അതുപോലെ നമസ്കാരത്തിൻ്റെ ഇഹ്റാമാണ് തക്ബീറത്തുൽ ഇഹ്റാം. പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? നമസ്കാരത്തിൽ പ്രവേശിക്കുകയാണ്. ഇനി നമസ്കാരം കഴിയുന്നത് വരെ നമ്മുടെ ചിന്ത, നമ്മുടെ സംസാരം, നമ്മുടെ പ്രാർത്ഥന അത് അള്ളാഹുവിനോടാണ്. അങ്ങനെ ആയിരിക്കണം. നമുക്കിഷ്ടമുള്ളതുപോലെ ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ ഗൗരവതരമായി നാളെ പരലോകത്ത് അള്ളാഹു കബൂൽ ചെയ്യണം, സ്വീകരിക്കണമെന്ന നിയ്യത്തോടെ അമ്പിയാക്കളുടെ ദുആകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. നിസ്കരിച്ചിട്ട് ഇങ്ങനെ എണീറ്റ് പാഞ്ഞു പോകുമ്പോൾ ഈ മനസ്സിനകത്ത്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിത്തിരി കൊതി, മോഹം, എൻ്റെ റബ്ബേ നീ ഇത് സ്വീകരിക്കൂലേ, സ്വീകരിക്കണം റബ്ബേ എന്നൊരു പ്രാർത്ഥന, എന്നൊരു ദുആ. അതില്ലെങ്കിൽ എത്ര വരണ്ടതാണ്, എത്ര ഉണങ്ങിയതാണ് എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ മനസ്സും നമ്മുടെ ആരാധനകളും. ഇത് നമ്മൾ തികച്ചും തിരിച്ചറിയണം. ഇങ്ങനെ സംഭവിച്ചാൽ മഹാദുരന്തമാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടിയിട്ടില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ അതൃപ്തിയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ ദുരന്തമില്ല.
അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ ഉപഹാരമാണ്, സമ്മാനമാണ് സ്വർഗം. നമ്മുടെ അമലുകൾക്ക് സമാനമായി കിട്ടുന്ന ഒന്നല്ലത്. അത് റസൂലുള്ള പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ അനക്കങ്ങളിലും അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവണം എന്ന് കൊതിച്ചുകൊണ്ട്, അതിന് കിതാബോധൊന്നും വേണ്ട, അതിന് ഗ്രന്ഥങ്ങൾ വായിച്ചു തീർക്കണ്ട, അതിന് ഡിഗ്രികൾ നേടണ്ട. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണമെന്ന ചിന്ത മനസ്സിനകത്ത് എപ്പോഴും സൂക്ഷിച്ച് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവണം എന്ന് കൊതിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ നമസ്കാരം ഹൃദയ സാന്നിധ്യത്തോടെ, ഹൃദയം അറിഞ്ഞുകൊണ്ട്, മനസ്സ് തട്ടിക്കൊണ്ട് നിർവഹിക്കുകയും ചെയ്ത് നാളെ പരലോകത്ത് അള്ളാഹ് കബൂൽ ചെയ്യുന്ന നമസ്കാരം കബൂൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് വന്ന പാകപ്പിഴവുകൾ നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കഠോരമായ നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.